ഗൈസ്, അപ്പോൾ ടോക്സിക് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടോക്സിക് എന്ന് പറഞ്ഞ മൂവി, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ നോക്കുന്നത്. രാവിലെ പോയതാണ് ഫസ്റ്റ് ഷോയ്ക്ക്. അതിനെപ്പറ്റിയുള്ള എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ഓണത്തിന് തന്നെ ഇറക്കിയ പടം എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. ചിരി വരാനുള്ള കാരണമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചിരിക്കുന്നത്. രാവിലെ തന്നെ ഉറക്കം കളഞ്ഞ് പോയതാണ്. എന്നിട്ട് എന്താ ചെയ്യാനിത്. ഇപ്പോൾ ടോക്സിക്, അപ്പോൾ ഈ പടം 3 മണിക്കൂർ 14 മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ആലോചിച്ചു, 3 മണിക്കൂറും 14 മിനിറ്റ്. ഗീതു മോഹൻദാസാണ് ഇതിൻ്റെ ഡയറക്ടർ. പ്രൊഡ്യൂസർ യശു ഉണ്ട്, വെങ്കട് കെ നാരായണനും ഉണ്ട്, കെവിൻ പ്രൊഡക്ഷനും ഉണ്ട്, യശു ഉണ്ട്. പിന്നെ അതിൻ്റെ കമ്പനീസാണ് കെവിൻ പ്രൊഡക്ഷനും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷനുമാണ് അതിൻ്റെ ഇത്. പിന്നെ ലാംഗ്വേജ് ഇതിൽ പറയണത് കന്നഡ, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, പിന്നെ മലയാളം എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ച ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രവി ബസൂറാണ്. രവി ബസൂറിൻ്റെ മ്യൂസിക്കിലാണ്. പിന്നെ യശ്, താര സുത്തരിയ, നയൻതാര, കിയാര അദ്വാനി, രുക്മണി വസന്ത്, ഉമ ഖുറൈഷി, അക്ഷയ് ഒബ്രോയ് എല്ലാവരും ഉണ്ട്. കയ്യിൽ ഇത് അമിത് തിവാരി, എല്ലാവരും കുറേ പേര് അഭിനയിക്കുന്നതാണ് ഇതിലെ കാസ്റ്റ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട്. രവി ബസൂറിൻ്റെ മ്യൂസിക്കൽ ഇതൊക്കെയാണ് മെയിൻ. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് കാര്യങ്ങൾ എന്നല്ല. എനിക്ക് ഫസ്റ്റ് പടത്തിനെ പറ്റി പറയാം. അട്ടർ വേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എടുത്തു വെച്ചിരിക്കുന്നതായാലും എന്തായാലും കൂറപ്പടമാണ്. ഒട്ടും ഇഷ്ടമായില്ല. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ തന്നെ പറയുന്നതേ ഉള്ളൂ. ഒട്ടും ഇഷ്ടമായില്ല. വെറുതെ പൈസ കളഞ്ഞു, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഓണത്തിനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇറക്കി വിട്ടാൽ ഇതിനെക്കാട്ടി ആ ബദ്ലഹേം കുടുംബ യൂണിറ്റ് നിങ്ങൾ കാണണം. എന്തൊക്കെ പറഞ്ഞാലും കുറേ ആൾക്കാർ എന്തായാലും കാണും ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അവരൊക്കെ കാണേണ്ടവരെല്ലാം കാണണം. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണം. ഇങ്ങനത്തെ അപരാധങ്ങളെല്ലാം കണ്ടാലല്ലേ അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ. അത് ഓണത്തിൽ കൂടെ ആകുമ്പോൾ 1 ത്രില്ലായിരിക്കും. അപ്പം നിങ്ങളത് മാക്സിമം കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയും. കാരണം ബിക്കോസ് അങ്ങനത്തെ രീതിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നമ്മളെ വിറപ്പിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയവും കാര്യങ്ങളും ഉണ്ട്. രാവിലെ ഉറക്കം കളഞ്ഞു പോയി, എന്നിട്ട് ഇങ്ങനത്തെ ഒരു പടം കാണാനാണ് പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. ബിക്കോസ് ഓണത്തിനായി ഒന്നുമില്ല സത്യം പറഞ്ഞ പടം. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും വാവ് അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഇപ്പോഴല്ലേ അതിൻ്റെ രീതി മനസ്സിലായത്. കൊള്ളൂല, വേസ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. എൻ്റെ വാക്കാണെങ്കിൽ വേസ്റ്റാണ്. ഒന്നുമില്ല. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അയ്യോ, ഇനിയിപ്പോൾ ബാക്കിയുള്ള റിവ്യൂ എല്ലാം കാണാൻ നല്ല രസമായിരിക്കും ഇതൊക്കെ കണ്ടതിന് ശേഷം. അയ്യോ എനിക്ക് വയ്യ ഇതൊക്കെ കാണാൻ. അയ്യോ, ഇതൊക്കെ കണ്ട് തലപ്രാന്തെടുക്കും. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഹാഫ് പിന്നെയും എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ സെക്കൻഡ് ഹാഫ് പൊന്നോ, ക്ലൈമാക്സ് ഒക്കെ അപരാധങ്ങൾ കാട്ടിക്കൂട്ടി എന്തൊക്കെയൊക്കെയോ ആക്കി വെക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും വർക്കായില്ല. അയ്യോ, ഇതൊക്കെ എനിക്കറിയാം, വയ്യ ഇതൊന്നും പറയാൻ. പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ഹൈപ്പ് KGF ശേഷം വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഒരു അടിപൊളി പടമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ കിട്ടൂ. പിന്നെ എന്തോ പറയാനാണ്. എന്തായാലും കൊള്ളാം. ഒന്നും പറയാനില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. വേസ്റ്റാണ്. പിന്നെ എടുത്ത് പറയാം, ഫസ്റ്റ് ഹാഫ് പിന്നെയും ഓക്കെ ആയിട്ട് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ തീർന്നു.
പടം ഇത്ര ലെങ്ത് കിടക്കണം, ഇതൊക്കെ എങ്ങനെ തീർക്കാൻ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത പടം. ഇപ്പം ജനനായകൻ വേസ്റ്റാണ്, നമുക്ക് കണ്ടുകൊണ്ട്, എനിക്കാണെങ്കിൽ ചുമ്മെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമാണ് ആ പടങ്ങൾ, വിജയുടെ പടമായാലും. ഇത് അതുപോലും പറ്റുന്നില്ല, അങ്ങനെയൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇതിൽ മെയിൻ എന്ന് പറയുന്നത് സിസ്റ്ററും ബ്രദറും ബോണ്ടാണ്. സെക്കൻഡ് ഹാഫ് മകനും അച്ഛനും, പിന്നെ വേറെ എന്തൊക്കെയോ അങ്ങനെ അങ്ങനെ നമുക്ക് പോവും. അത് കാരണം അട്ടുപിടിക്കും, നമുക്ക് ഒന്നുമില്ല, സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പോലും കൊള്ളൂല, അത്രയും വേസ്റ്റാണ്. മനസ്സിലായ, എന്തിനാണെന്ന് ചുമ്മെങ്കിലും കാണാൻ പോലും തോന്നണില്ല. അങ്ങനത്തെ പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയ്ക്ക് അലമുന്ന പടം എടുത്ത് വയ്ക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ? അതും ഇത്രയും ഇതിൽ വന്ന ട്രെയിലർ ടീസറൊക്കെ പക്ക അടിപൊളിയല്ലായിരുന്നു. അതാണ് എല്ലാവരും പറയുന്നത്. അതൊന്നും കണ്ടിട്ടൊന്നും സിനിമയെ ജഡ്ജ് ചെയ്യില്ല, അതൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് മാത്രം ജഡ്ജാക്കുക, ഇല്ലെങ്കിൽ പാടാണ്. പിന്നെ ഇതിൽ ഓരോരുത്തരെ എടുത്ത് പറയുകയാണെങ്കിൽ യഷിൻ്റെ ലുക്ക് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. 3 ലുക്കും പറഞ്ഞത് എനിക്ക് വർക്കായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് മാറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കുകളാണ്. പിന്നെ ചില സമയത്ത് ഫൈറ്റുകളെല്ലാം നല്ല ബോറാണ്, ഇത്രയും അറിഞ്ഞുകൂടാന്ന് വിചാരിക്കും. ഫൈറ്റൊക്കെ ചെയ്യാൻ അറിഞ്ഞുകൂടാ. KGF എന്ത് പൊളിയാണ്. ഇതാണ് എടുക്കേണ്ട ഡയറക്ടർ, കാരണം അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എന്തോ വേണ്ടി ഇടയ്ക്കൊക്കെ റോക്കി ബോയ് ആവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ അതങ്ങ് മാറ്റി വിട്ടതായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം അമ്മാതിരി രീതിയിൽ ആണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അത്ര പോരാ, അത് ചെയ്യാൻ വരുമ്പോൾ അത്ര പോരാ, ഇത് ചെയ്യാൻ വരുമ്പോൾ അത്ര പോരാ, ഒന്നിനും അങ്ങോട്ട് ഇത് വരുന്നില്ല. അത് കാരണം നല്ല ബോറാണ്. പിന്നെ എന്തായാലും കൊള്ളാം, ലുക്ക് മാത്രമേ കൊള്ളാം, അത് മാത്രം കൊള്ളാം. പിന്നെ എല്ലാ നടികൾ, കയറ അദ്വാനി, ഇതിൽ ഞാൻ വിചാരിച്ചത് ഏറ്റവും അടിപൊളിയായിട്ട് അഭിനയിക്കുന്നത് കയറ ആയിരിക്കും. അതും തൊലച്ച്, അത് ചെയ്തിട്ടില്ല. നയൻതാര പിന്നെ എവിടെയൊക്കെയോ കൊള്ളാം, ചില സമയത്ത് ചിരിയൊക്കെ വരും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്തായാലും കാണാൻ കൊള്ളാം, മനസ്സിലായ, കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാം. പിന്നെ എവിടെ നോക്കിയാലും റോക്കി ബോയ് പ്ലക്കലേ ഉള്ളൂ, പ്ലക്കി ഒന്നും പറയാനില്ല. അത് കുട്ടികൾക്കിതില്ല, കാണാനില്ല, ഒരു കാരണവശാലും കൊണ്ടേ കാണിക്കില്ല, അങ്ങനെ പറയാവൂ. പിന്നെ അങ്ങനത്തെ രീതിയിലെടുത്ത് ഇങ്ങനെ വയലൻസൊക്കെ അത്ര ഉണ്ട്, പക്ഷെ ഒന്നിനും ഒരു സുഖമില്ല ചേട്ടാ. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്, അതുകൊണ്ട് ഒന്നും നടക്കൂല. ഇത് വേസ്റ്റ് ഒരു പടമാണ്, അങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ എല്ലാവരും പോയി ഒരു പ്രാവശ്യമെങ്കിലും കാണും, അല്ലാതെ എല്ലാവരും നിങ്ങളൊക്കെ അഭിപ്രായമാണ്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരു പ്രാവശ്യം ഈ ഇതിനെ കാണണം, കണ്ടിരിക്കണം നിങ്ങളെല്ലാവരും, എന്നാലല്ലേ അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റും. അതുകൊണ്ട് വേണ്ടി ടിക്കറ്റ് എടുക്കണം നിങ്ങൾ. പിന്നെ നല്ല സിനിമ ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ പിന്നെ വേറെ ഒന്നും പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ കുറിച്ച് എല്ലാവരും ഇത് അത്ര പോരാ. രുക്മിണിയൊക്കെ അഭിനയിക്കുന്നു വിചാരിച്ചു, പക്ഷെ കാര്യമില്ല. എല്ലാവരും ജോക്കർ സെറ്റപ്പൊക്കെ നോക്കാൻ നോക്കി, പക്ഷേ കട്ട വരാതായി. അല്ല, ഒന്നും പറയാനൊന്നും ഇല്ല ഈ സിനിമയിൽ, അത്രയൊന്നും എടുത്തൊന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാം. എവിടെയാണ് ഫൈറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു. ജസ്റ്റ് ഒരു പടം, പക്ഷെ അത് കണ്ടിരിക്കാൻ തോന്നിയാലല്ലേ അതിൻ്റേതായ ഇതും കാണുള്ളൂ. ഇത് അതും ഇല്ല, മനസ്സിലായ. അതാണ് ഒരു ഇതിൽ പറ്റിയ പ്രശ്നം. പക്ഷെ കുഴപ്പമില്ല, എന്തിനു ചെയ്യാൻ, ഇതൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് നാളെ ഇത് വലുതായിട്ടൊന്നും ഓടാൻ എനിക്കറിഞ്ഞൂടാ. ബാക്കി ഇനി എല്ലാവരും കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയും. ഇതുവരെ നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പാടാണ്. എല്ലാവർക്കും പിടിച്ചിട്ടൊന്നുമില്ല, ഇവിടെ എന്തായാലും പിടിക്കാനൊന്നും തോന്നണില്ല കേരളത്തിൽ. ബാക്കി ഇനിയിപ്പോൾ അവിടെയൊക്കെ വൻ പടമാണെങ്കിലേ ഉള്ളൂ, ബാക്കി അറിഞ്ഞുകൂടാ. പിന്നെ വിഷ്വൽസൊക്കെ, ഈ സ്നോയിലെ വിഷ്വൽസൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, ഇതൊക്കെ എന്താണ്? അവിടെ ഇവിടെ വെടി പുക, ഇതൊക്കെ തന്നെ, അല്ലാതെ എന്താണ്? അത്ര പോരാ. ചില സമയത്ത് വേണം വിഷ്വൽസൊക്കെ അടിപൊളിയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തില്ല, അത് കാരണം കൊള്ളൂല. നല്ല ഡിസപ്പോയിൻമെൻ്റ് ആണ്. എന്തായാലും ഓണം തേഞ്ഞ് ഈ പടത്തിൽ കിട്ടൂല. ബാക്കിയൊക്കെ കാണാത്തവരൊക്കെ ആണെങ്കിൽ പോയി കണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും. എനിക്കെന്തായാലും വർക്കായില്ല, ഒട്ടും വർക്കായില്ല. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നെല്ലാം കമൻറ്റിലൂടെ അറിയിക്കും. ബാക്കി പടങ്ങളൊക്കെ കണ്ടോ ഇല്ലയോ, ഇതിന് എന്നാണ് ടിക്കറ്റ് എടുത്തത്, ഇത് കണ്ടിട്ടൊക്കെ നിങ്ങളെ കമൻറ്റൊക്കെ എനിക്ക് അറിയണം, കാരണം അങ്ങനെയാണ്. ഇത് എന്തായാലും അറിഞ്ഞേ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക്
അപ്പോഴേക്കും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.